ദിവസം നമ്മൾ കാണാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട ചിത്രം ട്രെയിലർ കാണാനായി കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ട്. അതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് കേരളത്തിലുള്ള വ്യക്തികളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ. ഇതിനു മുമ്പ് നമ്മൾ കേരള സ്റ്റോറി കണ്ടതാണ്. അതിൽ നിന്നും നടക്കാത്ത പല പല സംഭവങ്ങളും ഒക്കെ എടുത്ത് കാണിച്ച് പലർക്കും കേരളത്തിലുള്ള വ്യക്തികളെ കണ്ടപ്പോൾ എന്താ പറയുക, ഒരു വൈരാഗ്യമുള്ള പോലെ രീതിയിലേക്ക് മുൻനിർത്തിയിരുന്നു. നമ്മൾ പല പല വീഡിയോസിൽ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ഇപ്രാവശ്യം അവർ പറയാൻ വേണ്ടി പോകുന്നു കേരള സ്റ്റോറിയെ കുറിച്ചാണ്. പക്ഷേ കേരളത്തിലുള്ള വ്യക്തി ആദ്യം മലയാളം പറയുന്നില്ലെങ്കിൽ പോലും എവിടേക്കോ പുതിയൊരു ചാനലിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇപ്രാവശ്യം പ്രധാന വിഷയം ബീഫാണ്. ഒരു ട്രെയിലറിൻ്റെ അവസാന ഭാഗത്ത് കട്ടിങ്സിൽ കാണിക്കുന്നുണ്ട് ബീഫ് ഞാൻ കഴിക്കുക, ചത്താലും ഞാൻ കഴിക്കില്ലെന്ന്, ബീഫ് കഴിച്ചിട്ട് ചത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ബീഫ് തിരികെ കയറ്റുന്നുണ്ട്. അതായത് ഒരു മുസ്ലിം യുവതി ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ഇടയിലേക്കാണ് ബീഫ് കുത്തി കയറ്റുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ലോകത്ത് അതായത് കേരളത്തിൽ എസ്പെഷ്യലി ബീഫ് തിന്നാൻ ആരെയും ഒന്നും നിർബന്ധിക്കണമെന്നില്ല കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത് എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ തീരുമാനിക്കുന്ന സ്വാതന്ത്ര്യം ഓരോരോ വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ. പക്ഷേ ഇപ്പോഴും ചില പേർക്കൊന്നും വെളിച്ചാൻ വന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ ആനാണ് ചേനാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുമാത്രമല്ല അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു നിയമപടമായി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് കുറച്ചും കൂടി എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇന്നേ വരെ ഞാനും കണ്ടിട്ടില്ല ബീഫ് തിന്നാത്തതിൻ്റെ പേര് ഒരാളെ തല്ലിക്കൊന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, എവിടെയും ഞാൻ വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്താണ് ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. എസ്പെഷ്യലി ഇങ്ങനത്തെയുള്ള ചിത്രങ്ങൾ, ഇങ്ങനത്തെ ഒരു അപരാധം പിടിച്ചിട്ടുള്ള പടങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ഈ സെൻസർ ബോർഡിന് കട്ട് ചെയ്യാതെ ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകുന്നത്? പടം ഏകദേശം ഈ വരുന്ന 21-ാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉമ്മാരൊക്കെ എവിടെ നിന്ന് കൂടിയാണ് സെൻസർ ചെയ്യുന്നത്, എന്താണ് ഇതിൽ ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ചോദ്യം ആണ് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള വിജയുടെ ജനനായകൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പോലും സെൻസറിങ് പല പല ഭാഗങ്ങളും മ്യൂട്ട് ചെയ്തു. അത് പ്രധാനമായിട്ടും ഇലക്ഷൻ മുൻനിർത്തിക്കൊണ്ട്, ഒരു പക്ഷേ ആ ഭാഗങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആ പടം ചിത്രം ഇറങ്ങുകയാണെങ്കിൽ വിജയിക്കാൻ സാധിക്കുന്ന പേടിച്ചിട്ടുള്ള ചില കൊച്ചാണന്മാർ ചെയ്തിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് അവിടെ നിൽക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊക്കെ ഒരു ജനതയെ ഇത്ര ആക്ഷേപിച്ച് ചെയ്യുമ്പോൾ എവിടെയാണ് ഈ സെൻസർ ബോർഡിൻ്റെ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ആനമുട്ട എവിടെയാണ് പിടിച്ചെച്ചത് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ തീർച്ചയായും എന്താണ് കേരള സ്റ്റോറിയുടെ ട്രെയിലറിനെ കുറിച്ച് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുമില്ല എന്ന് കണ്ട് തന്നെ അറിയാം. അപ്പോൾ ആരൊക്കെ പടം കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതായത് കേരളത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പ്രതിനിധിക്കാൻ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക എന്നാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയെക്കുറിച്ച് ഞാൻ പിന്നെയും പറയാം, എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാനൊരു കേരളീയനാണ്, ഞാനൊരു മലയാളിയാണ്. അപ്പോൾ തീർച്ചയായും എനിക്കുള്ള അഭിപ്രായം ഞാൻ എവിടെയും തന്നെ പറയും, അത് ഇനിയും തന്നെ പറയും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.